വയനാട് ദേശീയപാതയിൽ വെള്ളം കയറി. മുത്തങ്ങ പൊൻകുഴി ആനക്കടവിലാണ് വെള്ളം കയറിയത്. സുജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. വയനാട്ടിലെ കല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. കല്ലൂർ സ്വദേശി രാജുവാണ് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. സുജിത്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കല്ലുമുക്ക് സ്വദേശിയായ രാജുവാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാളെയാണ് ഇവിടേക്ക് എത്തിക്കുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗവും നമ്മോടൊപ്പം ചേരുകയാണ്. അമൽ ജോയ്, ഷീജ സതീഷ് എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു പരിക്കേറ്റ ഘട്ടത്തിൽ. പരിക്കേറ്റ ഘട്ടത്തിൽ തന്നെ ഇന്നലെ ഹൈവേ ഉപരോധവുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടുത്തെ പാർട്ടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇന്നലെ ഹൈവേ ഉപരോധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. ഒരു കോമ്പൻസേഷൻ എന്നുള്ളതല്ല, ആ ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണി തന്നെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വാർത്ത ഞങ്ങളൊക്കെ അറിഞ്ഞത്. വളരെ സങ്കടമുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രണ്ടുപേരും. കുട്ടികളാണെങ്കിലൊക്കെ വിദ്യാഭ്യാസപരമായി ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളുമാണ്. അപ്പോൾ വളരെ സങ്കടത്തോടും വിഷമത്തോടും കൂടിയാണ് ഈ വാർത്തയും ഞെട്ടലൊക്കെ ഞങ്ങൾ ഈ പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അറിഞ്ഞിട്ടുള്ളത്. ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എന്താണ്? ധനസഹായം, സർക്കാരിൻ്റെ ധനസഹായം ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നത് 10 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അത് പോരാ. ശരിക്കും പറഞ്ഞാൽ അവരുടെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതം മുഴുവൻ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. അത് മാത്രമല്ല, ഇനിയൊരു രാജു ഇത്തരത്തിലുണ്ടാവാൻ പാടില്ല എന്നുള്ള വനംവകുപ്പിനോടുള്ള ഒരു അറിയിപ്പും കൂടിയായിട്ടാണ് പഞ്ചായത്ത് ഇതിനെ കാണുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധം താങ്കളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നിരുന്നല്ലോ. നാളെ രാവിലെയോട് കൂടിയിട്ടാണ് മൃതദേഹം എത്തുകയാണെന്നാണ് അറിയുന്നത്. MLA അടക്കമുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളടക്കം അവിടേക്ക് പോയിട്ടുണ്ട്. ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളെ എത്തുന്ന മുറയ്ക്ക് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പത്താണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്.